ഇന്ന് കുറേ ആയി കണ്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോ ഇടണമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പം ഇന്ന് നമ്മൾ കോളേജിൽ പോയി നമ്മുടെ ക്ലാസ് ആണെങ്കിൽ മാത്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പഠിച്ചത്. എനിക്ക് മാത്സ് പഠിപ്പിച്ചപ്പോൾ എനിക്കൊരു കഥ നിങ്ങളോട് പറയാനുണ്ടോ. അത് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു. മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കണ്ടിട്ട് കൊണ്ടുവരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നെപ്പോലെ മിക്കവാറും ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അത് മാത്സ് ഇഷ്ടമല്ലാതിരുന്ന ഞാൻ 10ാം ക്ലാസ്സിൽ പറഞ്ഞത് അന്ന് വരെ പഠിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അന്നോട്ട് പഠിക്കണം എന്നൊക്കെ ഒരു 10ാം ക്ലാസ് ആണല്ലോ ടേണിംഗ് പോയിന്റ് എന്നാ നമ്മൾ 10ലേക്ക് കയറുമ്പോൾ ടീച്ചർമാർ പറഞ്ഞു. അങ്ങനെ ഞാനും എന്താ പറയുക തീരുമാനിച്ചു എന്തായാലും 10ാം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കണം. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അതായത് ഞാൻ 10ൽ പഠിക്കണമെന്ന് തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം. അങ്ങനെ മാത്സ് പഠിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാത്സിൻ്റെ അരീസി പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ഓൺ എക്സാം എല്ലാവരും ജയിച്ചെങ്കിലും ഞാൻ നല്ല വട്ടപ്പൂജയായിരുന്നു. ടീച്ചർ അപ്പം എന്നോട് പറഞ്ഞു നീ മാത്രമല്ലേ മോളി ക്ലാസ്സിൽ തോറ്റതുള്ളൂ എന്ന്. സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ശ്രമിച്ചിരുന്നു എന്ന് ഒന്നും കൂടി പറഞ്ഞു. ജസ്റ്റ് മിസ് മാർക്കിംഗ് പോയി. എന്നാലും മുന്നോട്ട് ഇനി നന്നായി പഠിക്കണം ഓർത്ത് ഈ മാത്സിനോട് ഇഷ്ടമില്ല. അന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിക്കണം. അന്നോട്ട് ഞാൻ മാത്സിന് മാത്സ് എന്ന് പറഞ്ഞാൽ കൊള്ളില്ല എന്നുള്ള ഒരു ചിന്ത ഒന്ന് മാറ്റിയിട്ട് മാത്സ് വളരെ നല്ല സബ്ജക്റ്റ് ആണെന്നൊക്കെ എൻ്റെ മൈൻഡിനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മാത്സ് പഠിക്കാൻ തുടങ്ങി. ബേസിക് ക്ലിയർ ചെയ്ത് ആദ്യം നമുക്ക് വേണ്ടത് ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം ബേസിസ് ആണ്. അങ്ങനെ ബേസിക്കുള്ള കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ച് 10th അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായി ഒരു പ്രോപ്പർ വെച്ച് ഞാൻ അതായത് മുഴുവൻ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുന്നത് സ്പെൻഡ് ചെയ്യുന്നത് മാത്സിനായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ മാത്സിൽ നല്ലൊരു മാർക്ക് വാങ്ങിച്ചു. എന്നാൽ പോലും എനിക്ക് മാത്സിൽ അത്ര തൃപ്തികരമായ മാർക്കൊന്നും ആയിരുന്നില്ല. അതായത് ഓവറോൾ എല്ലാവരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 10th മാർക്ക്. എന്നാൽ അന്ന് എനിക്കത് വലിയ കാര്യമായിരുന്നു. കാരണം ഒരു ബിലോ ആവറേജ് സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി ഹൈ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയി 1% അല്ലെങ്കിൽ 5% എങ്കിലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ +1 +2 സയൻസ് എടുത്ത് വന്നപ്പം നമ്മൾ ആക്കേണ്ട മാത്സ് ചെയ്യാനല്ലോ ഇവിടെ പഠിക്കും. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഫസ്റ്റ് തന്നെ ഇപ്പോൾ സെറ്റിൽ ആക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തോന്നും. അങ്ങനെ പിന്നെ ഞാൻ മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. അന്ന് ഇഷ്ടപ്പെട്ട മാത്സ് ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇവിടെ തളർന്ന് അതായത് ഇവിടെ ഒരു ഫോൾട്ട് എനിക്ക് വന്നാലും ഞാൻ ഏറ്റവും കൂടുതലും അതായത് കുട്ടി കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ മാത്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് മാത്സിനോടൊരു ഇഷ്ടം തോക്കില്ല എന്നുള്ളൊരു ധൈര്യം. കാരണം ബേസിസ് നല്ല സ്ട്രോങ് ആണെങ്കിൽ അത് ഡിഗ്രി ലെവലായിക്കോട്ടെ സ്കൂൾ ലെവലായിക്കോട്ടെ നമുക്ക് പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അതുപോലെ ഈ മാത്സ് ടഫായിട്ടുള്ളവരെല്ലാവരും മാത്സിൻ്റെ ബേസ് ആണ് ആദ്യം സ്ട്രോങ് ആക്കേണ്ടത്. ചുമ്മാതെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോയാൽ മാത്സ് സെറ്റാവില്ല. ഇതൊരു കഥ പോലെയല്ല. മാത്സ് എന്ന് പറയുന്നത് അടിത്തറ അതായത് നമ്മളൊരു വീട് പണിയും അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് പാർട്ട് ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇടിഞ്ഞ് തറയും. അതുപോലെ തന്നെയാണ് മാത്സിൻ്റെ കാര്യം. മാത്സ് പഠിക്കുമ്പോൾ മാത്സ് ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. മാത്സ് മനസ്സിലാക്കി പഠിക്കണം, മനസ്സിലാക്കിയാണ്. അതുപോലെ നമ്മൾ ഈ മാത്സ് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴല്ലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആയിക്കോളും. പിന്നെ ഒരു കാര്യങ്ങളുണ്ട് ഈ മാത്സിൽ നമുക്ക് ആ ക്വസ്റ്റ്യനൊക്കെ തരുമ്പോൾ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തരണം ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് അവസാനം കഷ്ടപ്പെട്ട് കുറേ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് നമ്മൾ അവസാനം ഒരു ആൻസർ എത്തുമല്ലോ. ആ ആൻസർ കിട്ടുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് അറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ തുള്ളി ചാടാനുള്ള സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇങ്ങനെ തുള്ളി ചാടാൻ പറ്റില്ല, അതുകൊണ്ട് തുള്ളി ചാടുന്നില്ല. അങ്ങനെ എൻ്റെ +1 +2 എഴുതി. എന്നാലും എനിക്ക് A+ ഒന്നും മാത്സിൽ ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല മാർക്ക് തന്നെ മാത്സ് എനിക്കുണ്ടായിരുന്നു. കമ്പയർ ടു അതർ വൺ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ ഇപ്പം ഞാൻ ഡിഗ്രി എടുത്തപ്പം നമുക്ക് എന്തായാലും സബ്ബായിട്ട് മാത്സ് പഠിച്ചേ പറ്റും. അങ്ങനെ മാത്സിന് ഇപ്പം നമ്മൾ പഠിക്കുന്ന ബ്രിഡ്ജ് കോഴ്സാണ്. ബേസിസ് പഠിപ്പിച്ചേക്കാണ് കോളേജിൽ. കുറച്ച് കൈ വിട്ടുപോയി എന്ന് വെച്ചാൽ മാത്സ് നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നില്ലല്ലോ. നമ്മൾ വളരെ കണക്ക് കൂട്ടാനും അത്യാവശ്യം നമ്മൾ കാൽക്കുലസ് പാർട്ടാണല്ലോ നമ്മൾ നോക്കുന്നത് അതായത് നീറ്റ് എക്സാമിന്. അപ്പോൾ പിന്നെ അങ്ങനെ പല ചാപ്റ്ററിൻ്റെ ഒക്കെ ആ ടച്ച് വിട്ടു. എന്നാലും ഒരു കാര്യം കണ്ടാൽ ഓട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ സെറ്റൊക്കെ ഇന്ന് പഠിപ്പിച്ചു. ഡിഫറൻസിയേഷൻ്റെ കുറച്ച് കോൺസ്റ്റന്റ് വരുമ്പോൾ 0 ആണ്. x⁻n എന്ന് പറഞ്ഞാൽ n × x⁻n - 1 അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പവർ തമ്മിലുള്ള കാര്യങ്ങൾ മൈനസ് വരുമ്പോൾ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നെ എനിക്ക് ഈ ഡിഗ്രി അതായത് സ്കൂളിൽ നിന്ന് കോളേജിലേക്കുള്ള അപ്ഗ്രേഡിംഗ് ഉണ്ടല്ലോ ഇത് എനിക്ക് ഫീൽ ചെയ്തിരുമായിരുന്നു. നമ്മൾ പണ്ട് ടീച്ചർമാരോട് ഭയങ്കര പേടിയാണ്. ടീച്ചർമാരോട് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ പോലും ഇനി അവർ പറഞ്ഞു തന്നെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവരോട് നമ്മളത് ചോദിക്കില്ല. അതായത് മിസ് എനിക്ക് മനസ്സിലായില്ല എന്ന് നമ്മൾ ചോദിക്കത്തില്ല പേടിച്ചിട്ട്. അത് മാത്രമല്ല പിന്നെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ലേണിംഗ് അവിടെ നടക്കുന്നത് സ്കൂളിൽ. അത് കോളേജിലേക്ക് ഞാനിപ്പോൾ വന്നു എനിക്ക് കുറച്ച് ഡേയ്സിൽ തന്നെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് മാത്സിലെ ടീച്ചേഴ്സാണ്. ഭയങ്കര അതാണ് മിസ്സുമാർ എന്ത് ഭംഗിയൊക്കെ പഠിപ്പിക്കുന്നതും അവർ നന്നായി പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്സ് പഠിപ്പിക്കുന്ന രീതിയും. ഒരു കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് ഒരു പേടിയൊന്നുമില്ല. മിസ്സുമാർ പറഞ്ഞു തരാനും ഭയങ്കര ഇതാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ അങ്ങനെ അല്ലെന്നല്ല പറഞ്ഞു തരും. നമുക്ക് ഓരോ ചില ടീച്ചേഴ്സ്മാർ അല്ലെങ്കിൽ മിസ്സുമാരെ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ എനിക്ക് മാത്സ് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ. എന്നാൽ എനിക്ക് ഏറ്റവും വലിയ ഫോൾട്ട് അതായത് ഫിസിക്സ് നമ്മുടെ നീറ്റ് ലെവലിലേക്ക് വന്നപ്പോൾ പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ ഒരു കണക്കിൻ്റെ ഡയറക്റ്റ് പരിപാടിയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെയൊക്കെ തല പൊടിക്കാവോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ പ്രോപ്പറായ ഒരു വീഡിയോ എന്ത് കണ്ടെങ്കിലും എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ യൂട്യൂബിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു പ്രോപ്പറായിട്ട് അതായത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ പോരാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതുകൊണ്ട് ഇന്ന് മുതൽ കുറച്ച് കാര്യമായിട്ട് ഇതിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ തളർന്ന് വീഡിയോക്കെ ഇരിക്കും. കോളേജിൽ നിന്ന് വന്ന് ആ ഒരു ടൈം അതായത് നമ്മൾ കോളേജിൽ വിടുന്ന ഒരു ടൈം ആകുമ്പോൾ നല്ല വെയിലൊക്കെ കാണും. പിന്നെ ടയർഡായിരിക്കും വീട്ടിൽ എത്തുന്നത്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാത്തത്. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ മെയിൻലി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാനലിൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ നീറ്റ് എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടന്റുകളും ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എനിക്കകത്തും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നാൽ അതും ഞാനിടും അപ്ഡേറ്റ്സുകൾ. പിന്നെ എൻ്റെ കോളേജിൻ്റെ അതായത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു
കോളേജിനെ കുറിച്ചൊക്കെ ഞാൻ ഇടണമെന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് കോളേജിൽ ചെല്ലുമ്പോൾ വീഡിയോ ഇടാനൊന്നും തോന്നത്തില്ല. ഏറ്റവും കൂടുതൽ എന്തായാലും നമുക്ക് ഇനി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇടണമെന്നാണ് ആഗ്രഹം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കുറിച്ച് പിന്നെ നമുക്ക് ബയോളജി എങ്ങനെ പഠിക്കാം, അതേപോലെ ഫിസിക്സ്, അതേപോലെ കെമിസ്ട്രി, ഇതൊക്കെ എങ്ങനെ പഠിക്കാമെന്ന് നമുക്കിനി കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതായത് അതെങ്ങനെ പഠിക്കണം, അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ റെഫറൻസ് ആണ് എടുക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഓൾമോസ്റ്റ് അതായത് ഒബ്വിയസ്ലി നീറ്റ് ആദ്യമായിട്ട് പറയുന്നവർക്ക് എങ്ങനെ എഴുതാമെന്നൊക്കെ ചോദിക്കുന്നു. സ്റ്റാർട്ടേഴ്സിന് വേണ്ടി അതായത് നീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. പിന്നെ കോച്ചിങ് സെൻറ്റർ, അതായത് കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാനുണ്ട്. അതിപ്പോൾ ഓൺലൈൻ ഒരു ഓഫ്ലൈൻ അല്ലേ, അങ്ങനെയുണ്ട്. ഇത് വേണമെന്ന് ബെസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബെസ്റ്റ് ആയിട്ടുള്ള ഇത് കോച്ചിങ് സെൻറ്റേഴ്സ് ഒക്കെ ബെസ്റ്റ് എന്ന് പറയാനില്ല. ഹൗ ടു കൺട്രോൾ സ്ട്രെസ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് കുറച്ച് കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ചാപ്റ്റർ വൈസ്, സബ്ജക്റ്റ് വൈസ് അല്ലേ, സബ്ജക്റ്റ്. പിന്നെ ഇങ്ങനെ എന്താ മെറ്റീരിയൽ മിസ്റ്റേക്സ്, പിന്നെന്താ നമുക്ക് ജേണി അല്ലേ. പിന്നെ കുറേ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് മെയിൻലി നീറ്റ് പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് പറയാം. കാര്യം അതൊക്കെ ഇതിനകത്ത് ഒരു കാര്യമാണ്. മാനേജാണ്, ഹൗ ടു മാനേജ് സ്ട്രെസ്. മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാം പറയാനുള്ളത്. പിന്നെ ഏറ്റവും വലിയ അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോച്ചിങ് ചെയ്യാം. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോച്ചിങ്ങിന് വേണ്ടി ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നീറ്റ് പ്രിപ്പയറിംഗ് കോച്ചിങ് സെൻ്റർ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയണമെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ റൊട്ടീൻ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാനത്